നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ചൈനയ്ക്ക് വിറ്റ് ആ കാശുമായി അമേരിക്കയിൽ ജീവിക്കും. ഓഫർ കൊള്ളയിലൂടെ ശതകോടികൾ വെട്ടിച്ച അനന്തു കൃഷ്ണന്റെ ബുദ്ധിസാമർത്ഥ്യത്തെ ഒരു BJP വനിതാ നേതാവ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും ഓഫറായി നീട്ടിയപ്പോൾ മൂക്കും കുത്തി വീണ മലയാളികളെ പുല്ലുപോലെ പറ്റിച്ചു അനന്തു. വിവിധ ജില്ലകളിൽ നിന്ന് പരാതികൾ പ്രവഹിക്കുമ്പോൾ നാട്ടിലെ സൽസ്വഭാവിയും രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കളുടെ ഉറ്റത്തോഴൻ എന്നുമാണ് അനന്തുവിന്റെ മേൽവിലാസം. CSR ഫണ്ടിലൂടെ സേവന സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റി തട്ടിപ്പിന്റെ ശൃംഖലയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 7ാം പ്രതി കോൺഗ്രസിലെ ലാലി വിൻസെന്റ് അനന്തുവിന്റെ നിയമോപദേശകയുമാണ്. പോസ്റ്ററുകളിലും വേദികളിലും കാണുന്ന ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സാന്നിധ്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടാകുമെന്നറിയുന്നു. ഇനി അറിയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം: 1000 കോടിയുടെ തട്ടിപ്പിന്റെ കളിയിൽ അനന്തു ഒറ്റയ്ക്കോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ശ്രീമതി ലാലി വിൻസെന്റ് ആണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ലാലി വിൻസെന്റ്. അവർ അഭിഭാഷകയാണ്. ആ നിലയിലാണ് ഈ ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാലി വിൻസെന്റ് അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, അനില തമ്പുരാൻ കണ്ടി. ഒരുപാട് പരാതിക്കാരുണ്ട്, അതിൽ ഒരാളാണ് അനില. പിന്നെ മറ്റൊരാൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി പ്രമീള ഗിരീഷ് കുമാറാണ്. മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റിയുടെ ട്രഷററായി പ്രവർത്തിച്ചയാളാണ് പ്രമീള ഗിരീഷ് കുമാർ. പ്രമീള, താങ്കളിൽ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങും. കാരണം പ്രേക്ഷകർക്ക് മനസ്സിലാകണമല്ലോ ഈ തട്ടിപ്പ് ഇത് എങ്ങനെയാണ് നടത്തിയത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ. ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ് ഇതൊക്കെ നൽകാം എന്നതായിരുന്നല്ലോ വാഗ്ദാനം. അതിനുവേണ്ടി വളരെ സമർത്ഥമായി അനന്തകൃഷ്ണൻ ഈ സൊസൈറ്റി രൂപീകരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൂടുതൽ പൈസകൾ പിരിക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾ, സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ, സ്ത്രീകൾ, ഇവരൊക്കെയാണ് പ്രൊമോട്ടർമാരായി മാറിയിട്ടുള്ളത് വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ചു. അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. എന്തായിരുന്നു ട്രഷറർ എന്ന നിലയിൽ താങ്കളുടെ ചുമതല? എങ്ങനെയാണ് താങ്കൾ ഈ ശൃംഖലയുടെ കണ്ണിയായി മാറിയത്? പ്രമീള. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമല്ലോ. ഞാൻ ഇതിനകത്ത് വരുന്നത്, ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് മുൻ ആലപ്പുഴ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീമതി ജാൻസി ജോഷിയും സ്പിയാർട്സ് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ NGO എന്ന് പറയുന്ന സ്പിയാർട്സ് എന്ന സംഘടനയുടെ ഒരു ഇന്ദിര കെ നായർ എന്ന് പറയുന്ന അവർ രണ്ടുപേരുമാണ് എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് നമ്മളെ NGOയുടെ ചെയർമാനായിരിക്കുന്നത് ശ്രീ അനന്തകുമാർ സാറാണ്. അതിന്റെ ചീഫ് കോർഡിനേറ്റർ ആണ് ശ്രീ അനന്തകൃഷ്ണൻ എന്നാണ് പറയുന്നത്. ഇന്ദിര എന്ന് പറയുന്നത് സ്പിയാർട്സിന്റെ വൈസ് ചെയർപേഴ്സൺ അല്ലേ? സ്പിയാർട്സിന്റെ വൈസ് ചെയർപേഴ്സണായ ഇന്ദിര, അതായത് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ 6ാം പ്രതി ഇന്ദിര അല്ലേ? അവര് ഞങ്ങളെ ചേർക്കുന്ന സമയത്ത് അവർ ഇതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞ് 24-ലാണ് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഷീബ സുരേഷ് ചെയർപേഴ്സണും ഇന്ദിര വൈസ് ചെയർപേഴ്സണും ആകുന്നത്. കേൾക്കാമോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അന്ന് ഞാൻ കൗൺസിലറാണ്. 2023 ഞാൻ കൗൺസിലറാണ്. ചെറിയ പ്രശ്നങ്ങളായിട്ട് ഞാൻ മാറി. ഇപ്പൊ കൗൺസിലർ അല്ല, എന്റെ സ്ഥാനം പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സീഡ് സൊസൈറ്റി ട്രഷററായി വർക്ക് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾക്ക് അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ചീഫ് കോർഡിനേറ്ററും ഈ സ്പിയാർട്സ് എന്ന് പറയുന്ന NGOയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ സാറേ. നമ്മൾക്ക് 980 ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1000-ഓളം തയ്യൽ മെഷീനുകൾ തന്നിട്ടുണ്ട്. കർഷകർക്ക് വളം തന്നിട്ടുണ്ട്, ഓണക്കിറ്റുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾക്ക് പടിപടിയായി തന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ കൂടെയുള്ള ആളുകൾക്കും മൂവാറ്റുപുഴയിലുള്ള ആളുകൾക്കും നല്ല വിശ്വാസമായി. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെയാണ് വീണ്ടും വീണ്ടും അപേക്ഷകൾ വെച്ചുകൊണ്ട്
ടൂ വീലറിനും അപേക്ഷകൾ ക്ഷണിക്കുന്നത്. ഞങ്ങൾക്ക് ടൂ വീലറിന് അപേക്ഷ ക്ഷണിക്കുന്നത് ജൂൺ 10-ാം തീയതിയാണ്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞിരിക്കുന്നു ടൂ വീലറിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഒക്ടോബർ മാസത്തില് നമ്മൾക്ക് ഒരു കൺസ്യൂമർ നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയക്കുകയുണ്ടായി. ഇത് ജെന്യൂൻ ആയതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ഒരു പരാതി അയക്കുകയുണ്ടായി. അതൊരു ടൂ വീലറിന് അപേക്ഷ കൊടുക്കുന്ന ഒരാളായിരുന്നു. ആ പരാതി നമ്മൾക്ക് നമ്മുടെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മൂവാറ്റുപുഴ പോലീസ് അതനുസരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. അതനുസരിച്ച് ഞങ്ങൾ സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും മറ്റ് 8 ഞങ്ങൾ മൊത്തം 9 പേരുണ്ട് സാർ. എന്നുവെച്ചാൽ മൂവാറ്റുപുഴ ബ്ലോക്ക് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലമാണ്. അതിൽ 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയെയും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചർച്ച ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾക്ക് ഇതൊരു ചീറ്റിംഗ് ആണെന്നോ പ്രമീള, അതായത് ഈ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ അനന്തകൃഷ്ണന്റെ നാടല്ലേ? മൂവാറ്റുപുഴയല്ല, തൊടുപുഴയാണ് അനന്തകൃഷ്ണന്റെ നാട്. അനന്തകൃഷ്ണന്റെ നാട് കോളപ്ര എന്ന് പറയുന്നത്. തൊടുപുഴ കോളപ്ര കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അനന്തകൃഷ്ണന്റെ വീട്. ശരി, അപ്പോൾ പ്രമീളയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ അടങ്ങുന്ന സംഘത്തിന് ഒരു സംശയവും ഉണ്ടായില്ല ഇതിന് പിന്നിൽ ഒരു തട്ടിപ്പ് മറഞ്ഞിരിക്കുന്നുണ്ടെന്ന്? ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, 950 പേർക്ക് ലാപ്ടോപ്പ് നൽകി, പഠനോപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പിന്നെ വളം പോലെയുള്ള കർഷകർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകി. അതുകൊണ്ട് അങ്ങനെ വിശ്വാസം നേടിയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തട്ടിപ്പ് ആണ് ഇതിന് പിന്നിലെന്ന് പ്രമീളയ്ക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? സാർ, വിശ്വാസം വരാൻ കാരണം എന്ന് പറഞ്ഞു അതും കൂടെ പറയണമല്ലോ. ഇതിന്റെ ചെയർമാനായിട്ടിരിക്കുന്നത് ശ്രീ അനന്തകുമാർ സാറാണ്, സായിഗ്രാമിന്റെ. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന നമ്മളുടെ കോതമംഗലം രൂപതയുടെ സിസ്റ്റേഴ്സ് നടത്തുന്നുണ്ട്. അതുപോലെ JSS ജനസേവാ സമിതി നമ്മുടെ പറവൂര്, ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് സാർ നമ്മൾ ഇതിനകത്തേക്ക് വരുന്നത്. പിന്നെ ആണെങ്കിലും പല ഉദ്ഘാടനങ്ങളിലും നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാരും, ഇപ്പൊ ഞാനും ഒരു ജനപ്രതിനിധിയായിരുന്നു. പ്രമീള പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വളരെ പിന്നെ നമ്മൾ ആദരിക്കുന്ന ധാരാളം നേതാക്കന്മാർ രാഷ്ട്രീയ ഭേദമന്യേ ഉദ്ഘാടന വേദികളിൽ ഈ വിതരണം നടക്കുന്ന ആ വേദികളിലൊക്കെ അവരുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, കണ്ണിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം പ്രമീള, എപ്പോഴാണ് പിന്നെ പ്രമീളയ്ക്ക് ബോധ്യമായത് ഇതിന് പിന്നിലൊരു തട്ടിപ്പുണ്ടെന്ന്? അതിലേക്ക് വരാം. ഈ കേസ് നിലനിൽക്കുമ്പോൾ, ആ കുട്ടിയുടെ കേസിൽ നിലനിൽക്കുമ്പോൾ CI എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, പ്രമീള ഇത് തട്ടിപ്പാണ്, നിങ്ങൾ പെടും എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതിൽ പെട്ടുപോയി. 1350 പേർക്ക് നമ്മൾ ടൂ വീലറിന് അപേക്ഷ കൊടുത്ത് ക്ഷണിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ടൂ വീലർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അനന്തകൃഷ്ണൻ എന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് ഈ ജനങ്ങൾക്ക് ടൂ വീലർ കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് സാർ. അതുകൊണ്ട് ഞങ്ങള് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസം വരെ വെയിറ്റ് ചെയ്തു. അനന്തകൃഷ്ണൻ ഞങ്ങളോട് ആദ്യം നവംബർ 11 പറഞ്ഞു, അത് കഴിഞ്ഞ് ഡിസംബർ 31 പറഞ്ഞു, പിന്നെ ജനുവരി 5 പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അനന്തകൃഷ്ണനോട് പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. കേസ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞത് ചേച്ചി കൊണ്ട് കേസ് കൊടുത്തോ, വരുന്ന വഴിക്ക് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് സാർ എന്നെ അനന്തകൃഷ്ണന്റെ വക്കീലായാലും ശ്രീമതി ലാലി വിൻസെന്റ് അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് എന്റെ മൂവാറ്റുപുഴയിലെ പ്രശ്നം പറയുകയും മൂവാറ്റുപുഴയിലെ ഇത്ര കോടി രൂപയുടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അത് തീർത്തു തരണമെന്നും മാഡത്തോട് പറഞ്ഞിരുന്നതാണ്. മാഡം തരാമെന്നും അനന്തവാടി സംസാരിക്കാമെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങള് ജനുവരി 16-ാം തീയതിയാണ് സാർ ഞങ്ങൾ കേസ് കൊടുക്കുന്നത്, ജനുവരി 16-ാം തീയതി. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പോലീസിനോട് പറഞ്ഞു, ഞങ്ങൾ അനന്തകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാര്യം നടത്തി തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കും മേൽ, ഞാൻ ഉൾപ്പെടെയല്ല എന്റെ മറ്റു കോർഡിനേറ്റർക്കും മേൽ ജനങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലീസ് എന്നോട് പറഞ്ഞത് പ്രമീള ചേച്ചിയെ പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടായപ്പോൾ ഞങ്ങൾ അനന്തകൃഷ്ണനോട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം തീരുമാനം എത്തണം, ഇല്ല എങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്ന് ഞാൻ അനന്തകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യത്തില് അനന്തകൃഷ്ണൻ ഒരു തീരുമാനവും ഉണ്ടാക്കിയില്ല സാർ, ഒരു തീരുമാനവും ഉണ്ടാക്കിയില്ല. കാരണം ഞങ്ങൾ ജനങ്ങളോടും ഞങ്ങളുടെ വീടുകളിലേക്ക് കയറാൻ തുടങ്ങിയ ആളുകൾ ഓഫീസിൽ പ്രശ്നം ഉണ്ടാക്കി. ആ ഫോട്ടോ എടുത്ത് ഞങ്ങൾ അനന്തകൃഷ്ണൻ അയച്ചു കൊടുത്തു. അന്നല്ല അയാൾ ഡൽഹിയിലാണ്, അയച്ചു കൊടുത്തു. ഇതൊന്നും ചെവിക്കൊണ്ടില്ല സാർ. അവസാനം ഞങ്ങൾ അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുക്കുകയും CIയോട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരണമെന്നും ഞങ്ങൾ ഇതിൽ പെട്ടുപോയി എന്നും ഞങ്ങൾ പറയുകയും അതനുസരിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശരി, നമ്മളോടൊപ്പം ശ്രീമതി ലാലി വിൻസെന്റ്, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, തുറന്നു പറഞ്ഞാൽ ഈ അനന്തു കൃഷ്ണന്റെ കേസിൽ ആദ്യം കുരുങ്ങിയ രാഷ്ട്രീയ നേതാവ് ആണ് താങ്കൾ എന്ന് പറയേണ്ടി വരും. ശ്രീമതി ലാലി വിൻസെന്റ്, ഈ സ്പിയാർട്സ് എന്ന് പറയുന്ന സംഘടനയുടെ ലീഗൽ അഡ്വൈസർ ആണല്ലോ താങ്കൾ.
സ്പിയാർട്സ് എന്ന് പറഞ്ഞാൽ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഒരു NGO ആണ്. സ്പിയാർട്സിലെ ആളുകൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നു. അതിന്റെ വൈസ് ചെയർപേഴ്സണായ ഇന്ദിരയെ പോലുള്ളവരുടെ സ്വാധീനം കൊണ്ടും അവർ ഇടപെട്ടത് കൊണ്ടുമാണ് ഇതിലേക്ക് വന്നു ചേർന്നത് എന്നാണ് അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച ഇതിലെ പ്രൊമോട്ടർമാരിൽ ഒരാളായ പ്രമീള പറഞ്ഞത്. സ്പിയാർട്സ് എങ്ങനെയാണ്, ശ്രീമതി ലാലി വിൻസെന്റ്, എങ്ങനെയാണ് താങ്കളും ഈ സംഘടനയും ഈ അനന്തു കൃഷ്ണന്റെ സംവിധാനത്തിന്റെ ഭാഗമാകുന്നത്? എപ്പോൾ മുതൽ, എന്തിന്, എന്തുറപ്പിന്മേൽ? ഒന്നാമത്തെ കാര്യം, സ്പിയാർട്സ് എൻ്റെ കക്ഷിയുമല്ല, എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല. 100% തെറ്റാണ് അത്. ഞാൻ സ്പിയാർട്സിന് വേണ്ടി ജോലിയും ചെയ്തിട്ടില്ല, അവരുടെ ഒരു ലീഗൽ പേപ്പേഴ്സും നോക്കിയിട്ടില്ല, 1 രൂപയും ഫീസും വാങ്ങിച്ചിട്ടില്ല. ഞാൻ അനന്തു കൃഷ്ണന്റെ വ്യക്തിപരമായി അതായത് കണ്ണൂർ ടൗൺ പോലീസ് ഇട്ടിരിക്കുന്ന പ്രഥമ വിവര റിപ്പോർട്ട് FIRന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ 7ാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത് താങ്കളെയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലാലി വിൻസെന്റ്, സ്പിയാർട്സ് ലീഗൽ അഡ്വൈസർ, അൺനോൺ, കണ്ണൂർ സിറ്റി, കേരള, ഇന്ത്യ എന്ന പേരിലാണ് ഈ കാര്യങ്ങൾ താങ്കളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സുമായി നൽകിയിരിക്കുന്നത്. അതായത് രേഖാമൂലം FIRൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ കോട്ട് ചെയ്തത്. കേരളത്തിൽ വരുന്ന എല്ലാ FIRകളും സത്യമാണോ? എത്രയോ FIRകൾ ക്വാഷ് ചെയ്തു പോയിരിക്കുന്നു. ഞാൻ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടറായി, ജില്ലാ പ്രോസിക്യൂട്ടറായി ജോലി ചെയ്ത ആളാണ്, ജില്ലാ ഗവൺമെൻറ് ലീഡറായി ജോലി ചെയ്ത ആളാണ്, ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായി ജോലി ചെയ്ത ആളാണ്. ഇടുന്ന FIR എന്ന് വെച്ചാൽ അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ആരോ കൊടുത്ത പരാതിയിൽ എന്തോ പോലീസിന് കിട്ടിയത്, പോലീസ് എഴുതി ഉണ്ടാക്കിയത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും വിളിച്ചില്ല. ഞാൻ കണ്ണൂർ സർക്കിൾ ഇൻസ്പെക്ടറെ 1 അരമണിക്കൂർ മുമ്പ് വിളിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. ശരിയാണ് മേഡം, 7ാം പ്രതിയാണ്, സ്പിയാർട്സിൻ്റെ വക്കീലാണ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്പിയാർട്സിൻ്റെ വക്കീലല്ല, ഒരിക്കലും നിയമോപദേശം കൊടുത്തിട്ടില്ല, ഞാൻ അവർക്ക് നിയമോപദേശം കൊടുക്കുകയുമില്ല, അവരെൻ്റെ കക്ഷികളേ അല്ല. പിന്നെ എന്നെ എങ്ങനെയാണ് ഇട്ടത്? അത് മേഡം, ഒരു പരാതിക്കാരൻ കൊണ്ടുവന്ന് തന്ന പരാതിയിൽ അത് ഉണ്ടായതുകൊണ്ട് അതിട്ടു. ഞാൻ ചോദിച്ചു, ഞാൻ സ്റ്റേഷനിലേക്ക് വരണോ, സ്റ്റേറ്റ്മെൻറ്റ് തരണോ, ജാമ്യം എടുക്കണോ? അതിന് ഇന്ന് പരാതി കിട്ടി, ഇന്ന് FIR ഇട്ടതല്ലേ ഉള്ളൂ, അന്വേഷണം ആരംഭിക്കട്ടെ, ഞാൻ വിളിക്കാം എന്നാണ് മറുപടി പറഞ്ഞത്. FIR ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമാണ്. എന്നെക്കുറിച്ച് തെറ്റായി ഒരു FIR വന്നു, അതിൻ്റെ അർത്ഥം ഞാൻ അവരുടെ വക്കീലാണ് എന്നല്ല. ആരെയും കിട്ടാത്തത് കൊണ്ട് എന്റെ പേരിൽ കുറെ പരാതികൾ ഇട്ടു. ലാലി വിൻസെന്റ് രാഷ്ട്രീയക്കാരിയാണ്. താങ്കൾക്ക് ബന്ധമില്ല, ആ ഭാഗമാണല്ലോ താങ്കൾ വിശദീകരിച്ചത്. പിന്നെ ഈ സംവിധാനത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? ഈ അനന്തു കൃഷ്ണന്റെ ഇടപാടുകൾ സുതാര്യമാണെന്നും അയാളെ വഞ്ചിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്നവർ ചെയ്തതെന്നും അയാളെ പ്രതി ചേർക്കേണ്ടതല്ല, അയാൾ കുറ്റക്കാരനല്ല എന്നുമാണല്ലോ ലാലി വിൻസെന്റ് മാഡം താങ്കൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? എനിക്ക് പറയാനുള്ളത്, അനന്തു കൃഷ്ണനെ 4-5 കൊല്ലമായി എനിക്കറിയാം. അനന്തു കൃഷ്ണൻ്റെ വ്യക്തിപരമായ കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. PSIയുടെ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അനന്തു കൃഷ്ണൻ ഡീലേഴ്സുമായി നടത്തിയ ഡിസ്കഷനുകളിൽ അവരുടെ ബിസിനസ്സാണ്, ഇറ്റ് ഇസ് എ ബിസിനസ്, ആ ബിസിനസ്സിൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രിമെൻറ്റുകളാക്കി ഡ്രാഫ്റ്റ് ചെയ്തത് ഞാനാണ്. അനന്തു കൃഷ്ണന് NGOസുമായി നടത്തേണ്ടുന്ന ബിസിനസ്, അതിൽ PSI ആണ്, ബിസിനസ്സിൽ എഗ്രിമെൻറ്റുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതും ഞാനാണ്. അതിനുവേണ്ടി ഞാൻ അവരുടെ അശോകയിലെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, ഈ വക എഗ്രിമെൻറ്റുകൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. വക്കീൽ കക്ഷി ബന്ധമുണ്ട്. ഇവരുടെ ബിസിനസ്സുകളുടെ ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ മൂവാറ്റുപുഴയിൽ ഒരു കേസ് വന്നപ്പോൾ ആ കേസുമായി സംസാരിക്കാൻ ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ SI എനിക്ക് ഇവരുടെ അക്കൗണ്ടുകളും ഇവരുടെ ഡീലിങ്സും കാട്ടിത്തന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഡെപ്ത് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം ഞാൻ ഈ പ്രോജക്റ്റുകൾ നിർത്തിവെക്കണമെന്നും വാങ്ങിയ പൈസ മടക്കി കൊടുത്ത് അവസാനിപ്പിക്കണമെന്നും ഉപദേശിച്ചിരുന്നു. മടക്കി കൊടുക്കാൻ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ പണമില്ല, കാരണം വന്ന പൈസ മുഴുവൻ ഗുണഭോക്താക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു. കൂടെയുള്ള NGO കോൺഫെഡറേഷനിലെ 75 NGOs പ്രോജക്റ്റ് ഉണ്ടാക്കി CSR ഫണ്ടിന് വേണ്ടി വലിയ കമ്പനികളിൽ പോയി CSR ഫണ്ട് കൊണ്ടുവരാമെന്ന് അവർ ജൂലൈയിൽ തീരുമാനിച്ച ലേമെർഡിയലിലെ തീരുമാനമനുസരിച്ച് യാതൊന്നും ചെയ്യാതിരുന്നപ്പോൾ ആനന്ദകുമാറും
അനന്തകൃഷ്ണനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി എന്ന് എനിക്കറിയാം. അല്ല ലാലി മാഡം, താങ്കൾ പറഞ്ഞത് ഇതിലെ നിയമപരമായ പ്രമീളയുടെ കാര്യങ്ങളിൽ ഈ കോൺഗ്രസ്സുകാരിയായിരുന്നു. അഗ്രിമെന്റുകൾ, ഈ ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പാണ് താങ്കൾ നൽകിയത്. അതായത് പ്രൊഫഷണലി താങ്കൾ ആ കാര്യങ്ങളിൽ ഇടപെടുകയാണ് ചെയ്തത് എന്നാണല്ലോ. ഇപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷന്റെ കീഴിലാണ് ഈ സീഡ് എന്ന സൊസൈറ്റിയുടെ പേരിൽ ഈ പകുതി വിലക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും ഈ വളവും കർഷകർക്ക് വളവും ഒക്കെ കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. എങ്ങനെയാണ് ഈ CSR ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കുക? എന്തായിരുന്നു കമ്പനികളുമായി ഉണ്ടാക്കുന്ന ധാരണയുടെ പൊരുൾ? അതിൻ്റെ എന്തായിരുന്നു ആ കമ്പനിയുടെ നടത്തിപ്പ് രീതി? ഈ കാര്യങ്ങളൊക്കെ ധാരണാപത്രം തയ്യാറാക്കാൻ, എഗ്രിമെന്റ് തയ്യാറാക്കാൻ നിന്ന ഒരാൾ എന്ന നിലയിൽ, പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന നിലയിൽ താങ്കൾ നൽകിയിട്ടുള്ള നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. എന്തായിരുന്നു ആ ധാരണ? അതെങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് താങ്കൾ അന്ന് മനസ്സിലാക്കിയത്? അതായത് NGO കോൺഫെഡറേഷനും സീഡും തമ്മിലുള്ള കാര്യങ്ങളിൽ ഒന്നിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ആകെ ഇടപെട്ടത് PSI NGO കോൺഫെഡറേഷനെ കുറിച്ച് ആദ്യം പറയാം. NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് 75 NGOകൾ ചേർന്നിട്ടുള്ള നാഷണൽ കോൺഫെഡറേഷനാണ്. അതിൻ്റെ ചെയർമാൻ ആനന്ദകുമാറാണ്. പിന്നെ വലിയ പ്രമുഖ വ്യക്തികൾ എല്ലാവരും ഭാരവാഹികൾ. അനന്തകൃഷ്ണൻ അതിൻ്റെ നാഷണൽ ഓർഗനൈസർ. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇവരൊരു കമ്പനി ഉണ്ടാക്കി. രജിസ്റ്റേർഡ് ഡീഡാണത്. രജിസ്റ്റേർഡ് ട്രസ്റ്റ്, രജിസ്റ്റേർഡ് ഡീഡ്. ആ ഡീഡിൽ PSI എന്ന കമ്പനിയും ആ കമ്പനി നടത്താൻ അനന്തകൃഷ്ണനും ഉത്തരവാദപ്പെട്ടതാണെന്നും NGO കോൺഫെഡറേഷൻ്റെ ചാരിറ്റബിൾ വർക്കുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കൺസൾട്ടിംഗ് ഏജൻസിയായി അനന്തകൃഷ്ണൻ്റെ കമ്പനി നിലനിൽക്കുമെന്നും ഈ കൺസൾട്ടിംഗ് ഏജൻസി കമ്പനികളുമായി വയ്ക്കുന്ന കരാറുകളെ കുറിച്ചുമാണ് ഞാൻ പഠിച്ചതും ആ കരാറുകൾ ചെയ്തു കൊടുത്തതും. സീഡുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പോഴും സീഡിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ പുസ്തകം നോക്കേണ്ടി വരും. എനിക്ക് അറിയില്ല. ഈ ഒരു ബന്ധവുമില്ലാത്ത ഒരു കമ്പനി, ഒരു ബന്ധവുമില്ലാത്ത ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്നിട്ടും അവർക്കൊരു ക്ലീൻ ചിറ്റ് നൽകാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അഭിഭാഷക എന്ന നിലയിൽ ശ്രീമതി ലാലി വിൻസെന്റ് താങ്കളായിരുന്നല്ലോ. താങ്കളാണ് ആദ്യം ഒരു പ്രതികരണമായി പറഞ്ഞത് അനന്തകൃഷ്ണൻ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമെന്ന് കരുതുന്നില്ല, NGO ഫണ്ടുകൾ കൃത്യമായി വരാതെ അവർ വഞ്ചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അനന്തുവിന് ഇത്തരത്തിൽ അബദ്ധങ്ങൾ പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് രംഗത്തുണ്ടായിരുന്ന ആൾ താങ്കളാണ്. അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ, അതായത് ഒരു അക്കൗണ്ടിൽ മാത്രം ഏതാണ്ട് 300-400 കോടി രൂപയാണ് വന്നു പോയത്. 1000 കോടി രൂപയുടെ പണമിടപാടുകൾ അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിൽ വിശ്വാസം ആർജിക്കാൻ വേണ്ടി ഇതൊക്കെ നൽകുകയും പിന്നീട് ഇതൊന്നും പാലിക്കാതിരിക്കുകയും അതിൻ്റെ മറവിൽ പലയിടങ്ങളിലും അയാൾ പല ബിസിനസ് സംരംഭങ്ങളിലേക്കും അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്ന അടക്കമുള്ള പല കാര്യങ്ങളിലേക്കും കടന്നോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ അനന്തകൃഷ്ണൻ, അതായത് നാട് മുഴുവൻ പരാതി പ്രളയമാണ് ശ്രീമതി ലാലി വിൻസെന്റ്. എറണാകുളത്ത് മാത്രം ഏതാണ്ട് 1000-ലധികം പരാതികൾ, കണ്ണൂരിൽ നിന്ന് വരുന്നത് 2000-ലേറെ പരാതികൾ. ഇങ്ങനെ പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി ഒഴുകി വരുമ്പോൾ താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു അനന്തകൃഷ്ണൻ നിരപരാധിയാണെന്ന്? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അനന്തകൃഷ്ണനെ കുറിച്ച് മൂവാറ്റുപുഴയിലെ സബ് ഇൻസ്പെക്ടർ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഡീറ്റെയിൽസും കാണിച്ചു തന്നപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു പിക്ചർ കിട്ടുന്നത്. അതിനുശേഷം ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് CSR ഫണ്ട് കിട്ടാൻ വൈകിയത് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്നാണ്. മാത്രമല്ല, ഗുണഭോക്താവിൽ നിന്ന് കിട്ടിയ 50%, പിന്നെ കമ്പനികൾ നൽകിയ കമ്മീഷൻ, സന്നദ്ധ സംഘടനകൾ നൽകിയ സംഭാവനകൾ എല്ലാം ചേർത്ത് 35,000-ഓളം തുന്നൽ മെഷീൻ, 45,000-ഓളം ലാപ്ടോപ്പ്, 18,000 മോട്ടോർ ബൈക്ക്, പിന്നെ 7.5 കോടി രൂപയുടെ ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, പഠനോപകരണങ്ങൾ ഒക്കെ നൽകുമ്പോൾ തട്ടിപ്പ് എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ ഇത്രയും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു എന്നുകൂടെ പറയാൻ അത് കിട്ടിയവരിൽ ആരെങ്കിലും ഒന്ന് തയ്യാറാവണ്ടേ? മാത്രവുമല്ല, ഈ ധന ഇടപാടുകളിൽ ഗുണഭോക്താവുണ്ട്, NGO ഉണ്ട്, അനന്തകൃഷ്ണൻ്റെ കമ്പനിയുണ്ട്, NGO കോൺഫെഡറേഷനുണ്ട്. ഇതൊരു കളക്റ്റീവ് ഉത്തരവാദിത്തമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ.
ഒരാളെ മാത്രമായി കരി തേച്ച് കാണിക്കുകയോ അയാളെ മാത്രമായി ലക്ഷ്യമിട്ട് അപമാനിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. കുറ്റവാളികൾ പുറത്തു വരണം. ബഹുമാനപ്പെട്ട ശ്രീമതി ലാലി വിൻസെന്റ്, ഈ രണ്ട് കമ്പനികളും ഈ NGO ഫെഡറേഷനും ഒക്കെയായിട്ടുള്ള ബിസിനസ് ഇടപാടുകളിൽ അതിന്റെ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ധാരണാപത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുക എന്ന ഒരു പ്രൊഫഷണൽ ജോലി ഫീസ് വാങ്ങി ചെയ്തു എന്നത് മാത്രമാണ് ഇതിലുള്ള താങ്കളുടെ പങ്കെങ്കിൽ പിന്നീട് ഇവരെ സംരക്ഷിക്കുകയോ ഇവരെ വെള്ളപൂശുകയോ ഒന്നും ചെയ്യേണ്ട ബാധ്യത ശ്രീമതി ലാലി വിൻസെന്റ് താങ്കൾക്കില്ലല്ലോ. താങ്കൾ പ്രതി ചേർക്കപ്പെടില്ലായിരുന്നല്ലോ ഈ കേസിൽ. ഞാൻ ഇവരെ ഒന്നും സംരക്ഷിക്കുന്നില്ല. ഞാൻ ആരെയും വെള്ള പൂശില്ല. എന്നെ അറിയാൻ പാടില്ല എന്നിട്ടാ. ഉള്ളതുപോലെ പറയും. ആവശ്യത്തിന് ധൈര്യമുള്ള കൂട്ടത്തിലാണ്. ഞാൻ വക്കീലാണ്. എൻ്റെ കക്ഷിക്ക് വേണ്ടി കക്ഷിയെ ഉപദേശിക്കലും കോടതിയിൽ കേസ് നടത്തുകയും ചെയ്യാൻ വക്കാലത്തെടുത്തയാളാണ്. കേസ് നടക്കുന്ന സമയത്ത്, കേസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് തക്കതായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ഞാൻ ആരെയും വെള്ളപൂശേണ്ട ആവശ്യമില്ല. എൻ്റെ ജോലി ചെയ്താൽ മതി. ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പ്രതികളോ സാക്ഷികളോ ആവേണ്ടവരാണ്. അവർ പ്രതികളോ സാക്ഷികളോ ആവുമ്പോൾ കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകും. പോലീസിനും അറിയാം. പോലീസ് എന്തുകൊണ്ടാണ് 5 മാസം കേസെടുക്കാതിരുന്നത്? ഈ പ്രമീള പോലും 60 ലക്ഷം രൂപയിലധികം കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ വാഹനങ്ങൾ പൈസ മതി, വാഹനം വേണ്ട എന്ന് പറഞ്ഞ് അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് 60 ലക്ഷം രൂപ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണല്ലോ വാങ്ങിയത്. പ്രമീളയുടെ സങ്കടം കണ്ടിട്ട് ഞാനാണല്ലോ അനന്തകൃഷ്ണനോട് പറഞ്ഞത് ഉള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവസാനിപ്പിക്കുന്നത്. 60 ലക്ഷം രൂപ പ്രമീളയ്ക്ക് അനന്തകൃഷ്ണൻ 60ഓ അതിലധികമോ കൊടുത്തല്ലോ. പിന്നെ പൈസ വേണ്ട, വണ്ടി മതി എന്ന് പറഞ്ഞ് പ്രമീള അനന്തകൃഷ്ണനെ വിളിച്ചു പറയുന്ന റെക്കോർഡുകൾ അനന്തകൃഷ്ണൻ്റെ കയ്യിലുണ്ട്. ഈ ഗോകുലം പാർക്കിൽ അനന്തകൃഷ്ണൻ നടത്തിയ NGO ട്രെയിനിങ് ക്യാമ്പിൽ ഈ പ്രമീളയും പ്രമീളയുടെ മറ്റു ഭാരവാഹികളും പങ്കെടുത്തിരുന്നല്ലോ. അവർക്ക് വണ്ടി വേണം, എല്ലാ സാധനങ്ങളും വേണമെന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നോട് പറഞ്ഞല്ലോ. 3.5 കോടി തന്നാൽ കേസ് പിൻവലിക്കാമെന്ന് അവരും 7.5 കോടി തന്നാലേ 7.5 കോടി കൊടുത്താലേ കേസ് തീരുകയുള്ളൂ എന്ന് സർക്കിൾ ഇൻസ്പെക്ടറും പറഞ്ഞല്ലോ. ഞാൻ അവരോട് പറഞ്ഞല്ലോ, അനന്തുവിനെ അകത്തിട്ടാൽ പണം കിട്ടാൻ വൈകില്ലേ? കേസുകൾ തീരാതെ സാമ്പത്തികമായ സ്വരൂപണത്തിന് അനന്തുവിന് ഇറങ്ങി നടക്കാൻ കഴിയുമോ? എല്ലാവരും അനന്തുവിൻ്റെ നേരെ ടാർഗറ്റ് ഇടുമ്പോഴും ഈ പറഞ്ഞ NGOs ചെയ്യേണ്ട CSR ഫണ്ട് ലഭിക്കേണ്ട പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയോ കമ്പനികളെ കാണുകയോ ഫണ്ട് സ്വരൂപിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ആനന്ദകുമാറോ അനന്തോ കൃഷ്ണനോ ഈ വിഷമത്തിലാവുകയില്ലായിരുന്നു. CSR ഫണ്ട് വരണമെന്ന് ലേ മെറിഡിയനിൽ ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇരുന്ന് നടത്തിയ യോഗങ്ങളിൽ കുറേ കാര്യങ്ങൾ കേട്ടയാളാണ് ഞാൻ ആശംസ പറഞ്ഞയാളാണ്. അതിനുശേഷം പല കാര്യങ്ങൾ കുറേശ്ശെയായി പഠിച്ചപ്പോൾ എനിക്കൊരു ധാരണയുണ്ട്. ഇനി അനന്തോ കൃഷ്ണൻ വ്യക്തിപരമായി തട്ടിപ്പ് ചെയ്ത് ഇവരുടെ ആരുടെയെങ്കിലും പണം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പോലീസ് അത് കണ്ടുപിടിക്കുമല്ലോ. 5 മാസമായിട്ടും ബഹുമാനപ്പെട്ട പോലീസ് അതിൻ്റെ പിന്നിലുണ്ട്. DIG മുതൽ DGP മുതൽ SP മുതൽ CI മുതൽ എല്ലാവരുടെയും ഓഫീസിലും NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികൾ കയറി ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. പോലീസ് ഓഫീസർമാർ വരെ ഉൾപ്പെട്ട ചാരിറ്റബിൾ സംഘടനകൾക്ക് ലക്ഷങ്ങളുടെ പ്രവർത്തനങ്ങൾ നൽകി അനന്തകുമാറും അനന്തകൃഷ്ണനും സഹായിച്ചിട്ടുണ്ടല്ലോ. കണക്കുകൾ വരട്ടെ. തീർച്ചയായും പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. കണക്കുകൾ വരട്ടെ. ഞാൻ അനന്തകൃഷ്ണൻ കുറ്റവാളിയാണ് എന്ന് തെളിയുന്ന സാഹചര്യം വരെയും എൻ്റെ കക്ഷി കുറ്റവാളിയാണെന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ഏതെങ്കിലും കൃത്യനിർവഹണ ബോധമുള്ള വക്കീൽ പറയുമോ? അതെന്താ മനസ്സിലാക്കാത്ത? എനിക്ക് സാമൂഹ്യ പ്രവർത്തനമുണ്ട്. അതിന്റെ അർത്ഥം എന്റെ തൊഴിലിൽ ഞാൻ പ്രമീള ഏത് സാഹചര്യത്തിലാണ് ശ്രീമതി ലാലി വിൻസെന്റിനെ വിളിക്കുന്നത്? എന്തായിരുന്നു അന്ന് ലാലി വിൻസെന്റ് നൽകിയ ഉറപ്പ്? ഇപ്പോൾ താങ്കൾക്ക് 60-65 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് നൽകേണ്ട സാധനങ്ങൾ, വണ്ടിയാണെങ്കിലും അതല്ല, ഇനിയിപ്പോൾ ഈ ഗൃഹോപകരണം എന്താണെങ്കിലും അത് ആവശ്യമില്ല, പണം മതി എന്ന് പറയുന്നു. പിന്നീട് താങ്കൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി സജീവമായി നിൽക്കുന്ന ആളാണ്. പിന്നീട് താങ്കൾ അനന്തുവുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അനന്തു കേൾപ്പിച്ചു എന്നൊക്കെ ശ്രീമതി ലാലി വിൻസെന്റ് ഇവിടെ പറഞ്ഞു. എന്ത് കാര്യത്തിനായിരുന്നു താങ്കൾ വിളിച്ചിരുന്നത് ലാലി വിൻസെന്റിനെ? എന്തായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്? സർ, ലാലി വിൻസെന്റിനെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വിളിച്ചിട്ടില്ല. എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കെതിരെ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി വരികയും റുജില എന്ന് പറയുന്ന ഒരു കസ്റ്റമർ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ആ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ 80,000 രൂപയോളം അവർ 60,000 രൂപ
വണ്ടിക്കും 20,000 രൂപ നമ്മുടെ ഹോം അപ്ലയൻസസിനും കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ അവർ എനിക്കെതിരെ മൂന്നാറിൽ ഒരു പരാതി കൊടുക്കുകയും മൂന്നാറിൽ പരാതി കൊടുത്തപ്പോൾ ഞാൻ സ്പിയാർട്സിന്റെ ചെയർപേഴ്സൺ ശ്രീമതി ഷീബ സുരേഷിനെയും ശ്രീ അനന്തകൃഷ്ണനെയും വിളിച്ചു പറഞ്ഞു, എനിക്ക് മൂന്നാർ വരെയൊന്നും പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിന്റെ പുറകെ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന 3 മാസം മുൻപ് ഒരു കുട്ടി ഒരു പ്രശ്നം ഒരു പരാതി കൊടുക്കുന്ന ആ സമയം മുതൽ ഞങ്ങൾ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിലാണ്. കാരണം ഓരോ കസ്റ്റമറും ഓരോ കേസുകൾ കൊണ്ടേ കൊടുക്കുമ്പോൾ ഞങ്ങൾ ആ കേസുകൾ നമ്മളുടെ സീഡ് സൊസൈറ്റിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് ഓരോരുത്തരെയും 60,000 രൂപ കൊടുത്ത് ഓരോ ദിവസവും ഞങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോരുന്ന സാഹചര്യമാണ് ഇത്രയും ദിവസവും. ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞു, നമ്മള് പ്രമീള 60 ലക്ഷം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണ് സാർ 16-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങൾ കേസ് കൊടുക്കുന്നത് 16-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീ അനന്തകൃഷ്ണൻ ഞങ്ങളുടെ സൊസൈറ്റിയുടെ അക്കൗണ്ടിലെല്ലാം നേരിട്ട് തന്നെ ഒരു 40 പേർക്ക് റീഫണ്ട് കൊടുക്കുകയുണ്ടായി ഞങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട്. അതിനു മുൻപ് ഒരു 100 പേർക്ക്, ടോട്ടൽ 140 പേർക്കാണ് സാർ 140 പേർക്കാണ് റീഫണ്ട് കൊടുത്തിട്ടുള്ളത്. 99 പേർക്കാണ് നമ്മൾക്ക് 2 വീലർ കൊടുത്തിട്ടുള്ളത്. ഇനിയും ഞങ്ങൾക്ക് 1150 2 വീലർ കൊടുക്കാൻ കിടക്കുകയാണ് സാർ. അപ്പോൾ ഞങ്ങൾ അനന്തകൃഷ്ണനെ കേസിൽ കൊടുക്കാതെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം എങ്ങനെയെങ്കിലും കിട്ടണം. താണ വീണ് അയാളോട് പറഞ്ഞിട്ടുണ്ട്, മാഡം പറഞ്ഞിട്ടുണ്ട് എന്റെ വോയിസ് കോളുകൾ അല്ലെങ്കിൽ എന്റെ സംഭാഷണങ്ങൾ മാഡം എന്റെ കയ്യിലുമുണ്ട്, നിങ്ങൾ പറഞ്ഞത് അടക്കമുള്ള സംഭാഷണങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ അനന്തകൃഷ്ണനോട് പേഴ്സണൽ ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല മാഡം. ഞാൻ എന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്റെ ജനങ്ങൾ അടച്ചിരിക്കുന്ന പൈസ തിരിച്ചു തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അനന്തകൃഷ്ണന്റെ ഒരു ഔദാര്യവും ഇനി വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ ജനങ്ങൾ അടച്ചിട്ട് 60,000 രൂപയും അതുപോലെ തന്നെ തയ്യൽ മിഷൻ. പ്രമീള, താങ്കൾ പറയേണ്ടത് ലാലി വിൻസെന്റ് ആണ് താങ്കളെ വിളിച്ചതെങ്കിൽ ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ താങ്കൾക്ക് തുറന്നു പറയാമല്ലോ എന്താണ് അന്ന് ശ്രീമതി ലാലി വിൻസെന്റ് താങ്കളോട് പറഞ്ഞതായി താങ്കൾ ഇപ്പോൾ ഓർക്കുന്നത്? എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. കാരണം ഞാൻ മൂവാറ്റുപുഴയുടെ ജനങ്ങളുടെ പൈസ മേടിച്ച് അടച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീമതി അഡ്വക്കേറ്റ് പറഞ്ഞു ഞാൻ അവരെ വിളിച്ചാൽ അവരെ വിളിച്ചിട്ടില്ല, അവർ ഇങ്ങോട്ടാണ് എന്നെ വിളിച്ചത്. അത് നമ്മൾക്ക് വിളിച്ചതിൽ ഒരു പ്രശ്നമില്ല. സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ സോൾവ് ചെയ്ത് തന്നെ പോകാം. പക്ഷെ നമ്മളുടെ പ്രശ്നങ്ങൾ അവരോട് പറയുകയും ആ പ്രശ്നങ്ങൾ അവർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മളുടെ വിഷമങ്ങൾ എന്താണെന്ന് നമ്മൾ അവരോട് പറഞ്ഞു. ഒരു വക്കീൽ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും സാർ. കേരളത്തിലുള്ള എല്ലാ വനിതകളും ഇപ്പോൾ കിടന്ന് കരയുകയാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ. ഇവരും ഒരു വനിതയല്ലേ, ആ കരച്ചിൽ കേൾക്കുന്നില്ല ഇവര്. അപ്പൊ നമ്മൾ ആ വനിതകളുടെ കരച്ചിലാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് സാർ, എന്റെ മൂവാറ്റുപുഴയിലെ വനിതകളുടെ കരച്ചില്. അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റിനോട് പറഞ്ഞിരുന്നു, ഈ പ്രശ്നം മൂവാറ്റുപുഴയിലെ പ്രശ്നം തീർക്കുക, ഞങ്ങൾ കേസുമായി മാറിക്കോളാം, ഞങ്ങളാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ കേസുമായി മാറിക്കോളാം എന്ന് പറഞ്ഞു. അനന്തകൃഷ്ണനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ മാഡം എന്നെ വിളിച്ചു, പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ സാധിച്ചില്ല. കാരണം സോൾവ് ചെയ്യാതെ എന്തിനാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അനന്തകൃഷ്ണനോട് ഞാൻ ഇതുപോലെ തന്നെ ലാസ്റ്റ് അനന്തകൃഷ്ണൻ എന്നോട് പറയുന്ന ഒരു വർത്താനമുണ്ട് സാർ, ഞാൻ തൂങ്ങി മരിക്കുമെന്ന്. മനസ്സിലായോ? അത് ഒരു വോയിസ് ഇട്ടിട്ട് ആ വോയിസ് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ തുറന്നു നോക്കി, രാത്രി 11 മണിക്കാണ്. ഞാൻ തൂങ്ങി മരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് വിഷമിച്ചു പോയി, ഉറങ്ങിയിട്ടില്ല സാർ. പിറ്റേ ദിവസം രാവിലെ എന്നോട് ചോദിക്കുവാണ്, ചേച്ചി എന്തിനാണ് ചേച്ചി എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോയി അകത്ത് കിടക്കണോ സാർ? ഇതിനു വേണ്ടി ഞാൻ പോയി അകത്ത് കിടക്കണോ? 1 രൂപ പോലും ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല സാർ, 1 രൂപ പോലും. ആകെ 320 രൂപ രജിസ്ട്രേഷന് വേണ്ടി വാങ്ങിക്കുമ്പോൾ അതിൽ 100 രൂപയാണ് സാർ ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്റെ താഴെ നിൽക്കുന്ന പ്രൊമോട്ടർ ആയിട്ടുള്ള സ്ത്രീകൾക്ക് 100 രൂപയാണ് കിട്ടുന്നത്. ബാക്കി 120 രൂപ അനന്തകൃഷ്ണന്റെ സ്പിയാർട്സിനും ബാക്കി ഞങ്ങളുടെ ഓഫീസ് റണ്ണിങ്ങിനും വേണ്ടിയാണ് ആ പൈസ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇതിനകത്തൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല സാർ. ഞങ്ങളെല്ലാം ട്രാൻസ്പെറന്റ് ആയ കണക്കുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട്. ശരി പ്രമീള, ഞാൻ വരാം. ഇതിലിപ്പോൾ ഈ പരാതിക്കാരിയായ അനില നമ്മളോടൊപ്പം ഉണ്ട്. അനില, വാഗ്ദാനങ്ങൾ നൽകി, അതായത് താങ്കൾ പണമടച്ച് പിന്നെ പറഞ്ഞ കാര്യം കിട്ടാതിരുന്ന് വഞ്ചിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണോ? അങ്ങനെയാണോ താങ്കളുടെ പരാതി വന്നത്? എവിടെയാണ് താങ്കൾ പരാതിപ്പെട്ടത്? എന്തായിരുന്നു താങ്കളുടെ അനുഭവം അനില? നമ്മൾ 2 വീലറിന് ബുക്ക് ചെയ്തതാണ്. പകുതി പൈസക്കാണ് 2 വീലർ ആദ്യം ബുക്ക് ചെയ്തത്. അതിനു മുമ്പിലെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നുണ്ട് പകുതി പൈസക്കെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ടർ എന്നെ സമീപിച്ചു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ 2 വീലറിൻ്റെ സ്കീം വന്നത്. അപ്പോൾ അവർ എന്നെ സമീപിച്ചു, 2 വീലറിന് വേണ്ടിയിട്ട് പകുതി പൈസക്ക് കിട്ടുന്നില്ലേ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വേണ്ടാന്നാണ് പറഞ്ഞത്.
പിന്നെ അവർ നിരന്തരം പറഞ്ഞു പിന്നെ പകുതി പൈസക്കല്ലേ കിട്ടുന്നത്, ലാഭമല്ലേ, 1,20,000 വണ്ടി 60,000 കിട്ടുന്നത് നിങ്ങൾക്ക് ലാഭമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെന്താന്ന് തെളിവ്, ഇത് കിട്ടുന്നുള്ളത് എന്താണെന്ന് ഉറപ്പ് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ വണ്ടി കാണിച്ചു തന്നു, വണ്ടീൻ്റെ ഫോട്ടോ, അവർക്ക് കൊടുക്കുന്ന വണ്ടീൻ്റെ ഫോട്ടോ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിതിലേക്ക് വന്നത്. പിന്നെ ഓണക്കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുട്ടികളെ ബുക്കും ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർക്ക് ടൈലർ മെഷീൻ കൊടുത്തു, ലാപ്ടോപ്പ് കൊടുത്തു. അതങ്ങോട്ടൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചു, ഇത് കിട്ടുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല, വണ്ടീൻ്റെ ഇത് കിട്ടിയില്ല. ശരി, അപ്പോൾ എവിടെയാ പരാതിപ്പെട്ടതല്ല? വണ്ടിയുടെ 100 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അത് നമ്മൾ നവംബറിൽ അവരെ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു 100 ദിവസമല്ലേ നിങ്ങൾക്ക് ടൈം തന്നെ, ആ 100 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു, നവംബറും കഴിഞ്ഞു. പിന്നെ ഡിസംബർ ലാസ്റ്റ് നമ്മൾ 28-ാം തീയതി വരെ നമ്മൾ സമയം കൊടുത്തു. നമ്മളോട് ഇനി നമ്മൾ ഇതിൽ നിൽക്കില്ല, നമ്മൾ പരാതിയായിട്ട് പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ എന്തായാലും ജനുവരി 3-4 നമുക്ക് തരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ കോർഡിനേറ്ററായ മോഹൻ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ വിളിച്ചു, നമ്മളെ പ്രൊമോട്ടറെല്ലാം വിളിച്ചു. പിന്നെ അനന്തകൃഷ്ണൻ അവരെ വോയിസ് ഇട്ടു നമ്മളെ ഗ്രൂപ്പിൽ, നമ്മളെന്തായാലും തരും, അവരെ അക്കൗണ്ട് എന്തോ ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഉള്ളത്, അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, അത് തിരിച്ചുമ്പോൾ നമുക്ക് വണ്ടി കിട്ടും, അത് റെഡി ആയിട്ടുമ്പോൾ വണ്ടി കിട്ടും എന്നൊക്കെ നമ്മളോട് വാഗ്ദാനം പറഞ്ഞത്. ശരി, ശ്രീമതി ലാലി വിൻസെന്റിന് ഈ ചർച്ചയിൽ 8 മണി വരെ ഇരിക്കാൻ കഴിയുള്ളൂ എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു മറുപടി പ്രമീള പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾ ഇടപെട്ടത് എങ്ങനെയാണെന്നാണ് പ്രമീള ഇപ്പോൾ പറഞ്ഞത്? പ്രമീള പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചു. പ്രമീളയാണ് പരാതിക്കാരി എന്നറിഞ്ഞപ്പോൾ പണ്ട് കോൺഗ്രസ്സുകാരത്തിയായിരുന്നത് കൊണ്ട് ഞാൻ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി വിളിച്ചു. പ്രമീളയെ കിട്ടിയില്ല, 2-3 മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രമീള എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് അവരുടെ പ്രശ്നത്തിൽ സങ്കടമുണ്ട്. സങ്കടപ്പെട്ട് മനസാക്ഷി വിചാരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വക്കീലിൻ്റെ ജോലി ചെയ്യണ്ടേ, ഇവർക്ക് പറ്റിയ ഈ പ്രശ്നങ്ങളിൽ ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. അനന്തകൃഷ്ണനെ ജയിലിലിട്ടാൽ പ്രശ്നം തീരുകയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ പുറത്ത് നിന്നാൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ CSR ഫണ്ട് ഉണ്ടാക്കാൻ, പ്രമീളയ്ക്ക് അറിയാലോ, ഗോകുലത്തിലെ ആ പരിപാടിയിൽ NGOs CSR ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുകയായിരുന്നു. അത് പഠിച്ച് പ്രോജക്റ്റ് കൊടുത്ത ഈ ഫെബ്രുവരി 10-20 കമ്പനികൾക്ക് CSR ഫണ്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ 25 NGOസിലേക്ക് 200 കോടിയിലധികം CSR ഫണ്ട് വരാനുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിരുന്നതാണ് ഇപ്പോൾ ചീറ്റിപ്പോയത്. ഇവിടെ ഞാൻ എന്താണ് പ്രമീളയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടത്? പ്രമീളയും മറ്റ് സ്ത്രീകളും പോലീസ് സ്റ്റേഷനിൽ ആ മുളങ്കാട്ടി പോയിരുന്നപ്പോൾ എനിക്കും വന്ന് സങ്കടം വേറെ, ഉത്തരവാദിത്വം വേറെ. അതാണ് എൻ്റെ അവസ്ഥ, അതൊന്ന് മനസ്സിലാക്കൂ. ശ്രീമതി ലാലി വിൻസെന്റ്, ഇപ്പോൾ കാര്യങ്ങൾ പെട്ടിരിക്കുകയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളടക്കം. എനിക്കിത് നേരത്തെ അറിയാലോ, എനിക്കിത് 5 മാസം മുമ്പേ അറിയാലോ. 5 മാസം മുമ്പേ ഞാൻ എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ടല്ലോ. അല്ല, 5 മാസം മുൻപ് എന്തറിയാം? ഇതൊക്കെ ഇങ്ങനെ അലങ്കോലമാകാൻ പോകുമെന്ന് അറിയാമായിരുന്നു. പിന്നെ 5 മാസം മുമ്പേ പോലീസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ലേ? 5 മാസം മുമ്പ് ഞാൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചില്ലേ? SI എന്നോട് പറഞ്ഞില്ലേ, ഇവർ DGPയുടെ ഓഫീസിലും IG-യുടെ ഓഫീസിലും SP-യുടെ ഓഫീസിലും പോലീസ് സ്റ്റേഷനുകളിലും കയറി ഇറങ്ങി നടക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, പോയി CSR ഫണ്ട് ഉണ്ടാക്ക്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് എന്നും അശോകയിൽ വൈകുന്നേരം ഇവരുടെ മീറ്റിങ്ങാണ്. ഈ NGO കോൺഫെഡറേഷൻ്റെ വീണ സെബാസ്റ്റ്യനും ബേബിയും പിന്നെ ആരൊക്കെ വന്ന് മീറ്റിങ്ങാണ്. ഒരു ദിവസം ഞാൻ അനുദിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മീറ്റിങ്ങാണ് നടത്തണേ? പോയി CSR ഫണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണം ഉണ്ടാക്കാൻ പോകാതെ ഗുണഭോക്താവിന്റെ കാശ്, അതായത് ഇത് വലിയൊരു പ്രശ്നമായി മാറാൻ പോകുന്നു, ഒരുപാട് പേർ പരാതികളുമായി വരാൻ പോകുന്നു എന്നൊക്കെ 5 മാസം മുൻപേ മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ ഇവർക്ക് നിയമോപദേശം നൽകുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? CSR ഫണ്ട്, അതായത് പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്ന് ഇവർ ഉപദേശിക്കുകയായിരുന്നോ? കൂടുതൽ പേർ വഞ്ചനയിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നത് നോക്കി അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നോ? അതല്ല മിണ്ടാതിരിക്കുകയായിരുന്നു? താങ്കളുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു ആ സമയത്ത്?
ഈ രണ്ടും ചെയ്തിട്ടുണ്ട്. CSR ഫണ്ട് ഉണ്ടാക്കാൻ ഉപദേശിച്ചിട്ടുണ്ട്, പുതിയ ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെലവുകൾ ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർഭാടമായ മീറ്റിങ്ങുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തരായ ആളുകളെ കണ്ട് എങ്ങനെയും പണമുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പനികളുടെ ഉത്തരവാദപ്പെട്ട വലിയ ഹെഡ് ഓഫീസിലുള്ള ആളുകളുമായി ഡിസ്കഷന് ഞാൻ തന്നെ കൂടെ പോയി ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ജൂലൈ മാസത്തോടെ 200 കോടി NGO കോൺഫെഡറേഷനുകളിൽ 25 NGO കോൺഫെഡറേഷനുകളിൽ പല കമ്പനികളിൽ നിന്ന് 100ഓളം കമ്പനികളിൽ നിന്ന് വരുമായിരുന്നു എന്ന്. ആ ഡിസ്കഷനിൽ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ജനത്തെ സേവ് ചെയ്യാൻ എനിക്കുമുണ്ട് കമ്മിറ്റ്മെന്റ്. ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നയാളാണ്. അതെല്ലാം ചോദിച്ചോളൂ പ്രമീള. മാഡം, ഈ NGO കോൺഫെഡറേഷൻ ആണ് എങ്കിൽ ഈ നമ്മള് ഗുണഭോക്താക്കൾ പൈസ അടയ്ക്കുന്ന 3 അക്കൗണ്ട് ഉണ്ട്. പ്രൊഫഷണൽ ഇന്നോവേഷൻ സർവീസസ്, ഗ്രാസ് റൂട്ട്, ഡിവെഞ്ചർ. ഈ 3 അക്കൗണ്ടുകളും ഈ NGO കോൺഫെഡറേഷൻ ഇത്ര മഹത്തായ സംഭവമാണ് എങ്കിൽ ഈ അനന്തകൃഷ്ണന്റെ പേരിൽ മാത്രം എന്തിനാണ് മാഡം ഈ 3 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തത്? ഇതിനകത്തേക്കാണല്ലോ ജനങ്ങൾ പൈസ അടച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ ഒരു പാളിച്ചയല്ലേ മാഡം? മാഡം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പറഞ്ഞു തരാം. ചിന്തിക്കേണ്ട, എനിക്കറിയാം. ഞാൻ അതിൻ്റെ രേഖകൾ കണ്ടിട്ടുണ്ട്. NGO കോൺഫെഡറേഷൻ്റെ ഒരു രജിസ്റ്റേർഡ് ഡീഡ് പ്രകാരം PSIയിൽ മാത്രമേ പൈസ വരുത്താൻ പറ്റുകയുള്ളൂ. NGOs മുഴുവൻ CSR ഫണ്ട് ഉണ്ടാക്കുകയും PSIയിൽ ഗുണഭോക്തൃ വിഹിതം കൊണ്ടുവരികയും അനന്തകൃഷ്ണൻ അതിൻ്റെ പ്രൊപ്പറേറ്ററായി ഇരുന്നു കൊണ്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ആനന്ദകുമാറും പ്രധാനപ്പെട്ട ആളുകളും ഒപ്പിട്ട ഒരു ഡീഡ് ഇവർക്കുണ്ട്. ആ ഡീഡ് പ്രകാരമാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ ഈ ദുഃഖങ്ങളെല്ലാം സഹിക്കാൻ കാരണമായത്. ആ ഡീഡ് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ, ഞാനാണ് വക്കീലായി വരുന്നതെങ്കിൽ. അല്ല, കണ്ണൂരത്തെ കേസിൽ എനിക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ഹാജരാകാൻ പറ്റിയില്ലെങ്കിൽ അനന്തകൃഷ്ണന് വേണ്ടി അവർ നിയോഗിക്കുന്ന വക്കീലന്മാർക്ക് ഈ രേഖകൾ കൊടുക്കുമല്ലോ. പോലീസിൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടല്ലേ പോലീസ് 5 മാസം മിണ്ടാതിരുന്നത്. മാഡം, ഈ നമുക്ക് ഒരു CSR ഫണ്ട് കിട്ടുന്നു എങ്കിൽ മാഡം, നമ്മൾ പോലീസ് നമ്മളോട് പറഞ്ഞതാണ് CSR ഫണ്ട് ഒന്നുമില്ല എന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പറയുന്നത്. നിയമപരമായിട്ട് നമ്മളുടെ പോലീസും അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസം വരികയാണ്. CSR ഫണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിന്റെ രേഖകൾ നമുക്ക് പോലീസിൽ സബ്മിറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകിരുന്നല്ലോ. ഓരോ രൂപയെങ്കിലും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസിനെ കാണിച്ചിരുന്നു എങ്കിൽ അവർ പറയുന്ന വർത്തമാനങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത് കിട്ടിയിട്ടുണ്ടായിരുന്ന എങ്കിൽ അവർ ഈ കേസ് എടുക്കുമായിരുന്നോ മാഡം? അപ്പൊ ശരി പ്രമീള, നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമുക്ക് 2 അതിഥികൾ കൂടി ഇരിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം ശ്രീ CR നീലകണ്ഠൻ, അതോടൊപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസ്. കാരണം ഇതിലെ പരാതിക്കാർ, പ്രൊമോട്ടർ, നിയമോപദേശക, അവർക്ക് ഈ കാര്യങ്ങൾ എന്താണ് ഇതിനകത്ത് നടന്നത് എന്ന് നിങ്ങൾക്ക് കൂടി വ്യക്തത വരാൻ വേണ്ടിയാണ് ഇത്രയും സമയം ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇനി ഞാൻ നിങ്ങളിലേക്കാണ് വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇത്തരമുള്ള തട്ടിപ്പുകളുടെ ഒരു വലിയ പരമ്പര തന്നെ പിന്നോട്ട് നോക്കിയാലുണ്ട്. അതിലെല്ലാം മൂക്കും കുത്തി വീണ മലയാളികളുടെ അനുഭവം കൊണ്ട് ആരും ഒന്നും പഠിക്കുന്നില്ല എന്നുകൂടി നമുക്ക് ഈ പുതിയ സംഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ കൂടി ശ്രീ CR നീലകണ്ഠനിലേക്ക്. ശ്രീ CR നീലകണ്ഠൻ, കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട്, മലയാളികളുടെ അനുഭവത്തിലുണ്ട്. ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്, ഹൈറിച്ച് തട്ടിപ്പ്, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പണം തട്ടിപ്പ് നടത്തിയ ഒന്നായത്. പിന്നെ മോൺസൺ ബാവുങ്കൽ നടത്തിയിട്ടുള്ള തട്ടിപ്പ്, ക്ലബ് ട്രേഡേഴ്സ് തട്ടിപ്പ്, ആപ്പിൾ എ ഡേ തട്ടിപ്പ്, ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്ന് എന്ന് ഇപ്പോഴത്തെ ഈ തട്ടിപ്പിനെ താങ്കൾ പരിഗണിക്കുമോ? അതല്ല, ഇപ്പോൾ ലാലി വിൻസെന്റ് ഒക്കെ പറയുന്നത് ഇത് CSR ഫണ്ട് പ്രതീക്ഷിച്ച് വന്നതാണ്, ഫണ്ട് കിട്ടിയില്ല, പണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അനന്തകൃഷ്ണൻ പുറത്തു വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്ന തൊടുന്യായങ്ങളിൽ ഈ പ്രശ്നം അവസാനിക്കുമോ? ഞാനങ്ങനെ കരുതുന്നില്ല. തൊടുന്യായം കൊണ്ടൊന്നും തീരില്ല. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ നിരവധി തട്ടിപ്പുകൾ, ആ തട്ടിപ്പുകൾ കേരളം മുഴുവൻ കണ്ടു. തട്ടിപ്പുകൾ മുഴുവൻ അത് ആസ്വദിച്ചു നമ്മൾ. അതായത് കാശ് പോയവരൊഴിച്ച് ബാക്കി എല്ലാവരും ആസ്വദിച്ചു. അതിൻ്റെ ഒന്നാമത്തെ കാരണം സമ്പൂർണ്ണ സാക്ഷര നവോത്ഥാന മലയാളി ഏറ്റവും വലിയ സ്വാർത്ഥനും മറ്റുള്ളവൻ്റെ പൈസ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തനിക്ക് ഇത്തരത്തിലുള്ളത് കിട്ടും. അതിപ്പോൾ മന്ത്രവാദം മുതൽ ആൾക്കൊല വരെ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ. ആൾക്കൊല വരെ, ആളെ കൊന്ന് നരബലി വരെ, കുട്ടിയെ വരെ കൊന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കണേ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരു മലയാളിയായി നമ്മൾ എങ്ങനെ മാറി
ഈ ഓരോ തട്ടിപ്പ് കഴിയുമ്പോഴും നമ്മളെങ്ങനെ മാറുന്നു? അതിന് എന്തുകൊണ്ട് അത് സാമൂഹ്യ മനഃശാസ്ത്രം വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ. 2 രൂപ കിട്ടും 1 രൂപ കൊടുത്താലെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും 2 രൂപ കൊണ്ടുപോയി കൊടുക്കും. നമ്മളൊരു ലോട്ടറി ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മുടെ വരുമാനത്തിൻ്റെ പല മടങ്ങ് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ദാരിദ്ര്യമല്ല ഉള്ളത്, നമുക്ക് അതിമോഹമാണ്. ദാരിദ്ര്യമുണ്ട് ഒരു വിഭാഗം ആളുകൾക്ക്, അവരൊന്നും ഇതിൽ പോകില്ല, കാരണം അവരിൽ പൈസ ഇല്ല. അതിമോഹമുള്ള ഒരു ബിലോ അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ആൻഡ് അത് കഴിഞ്ഞ ഒരു മിഡിൽ ക്ലാസ്, ഈ ആളുകളെയാണ് ഇത് മുഴുവൻ വഞ്ചിക്കുന്നത്. എത്ര വഞ്ചനകൾ നമ്മൾ കണ്ടു. പാത്രം 1 കൂട്ടി കൊടുത്താൽ 3 കിട്ടും, അങ്ങനെയൊക്കെയുള്ള മുതൽക്ക് കണ്ടു. ഇതിൽ അതൊരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, അത് മാറാതെ ഈ തട്ടിപ്പുകാർ മാറില്ല. കാരണം തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് ധാരാളമുണ്ട്, പല രൂപത്തിലുണ്ട്. അവർ പലതരത്തിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, ഗോപീഷൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ജോൺസൺ മാവുങ്കൽ അടക്കമുള്ള തട്ടിപ്പുകൾ. ജോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പിനെ കാവൽ നിന്നത് ഒരു DGP ആണ് കേരളത്തിൽ നിന്ന് ഓർക്കുക. DGP അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ കാവൽ നിന്ന് ഒരു തട്ടിപ്പുകാരൻ മോശയുടെ വടിയും യൂദാസിൻ്റെ നാണയവും കൊണ്ട് ഈ കൊച്ചി എന്ന് പറയുന്ന സാക്ഷര കൊച്ചിയെ വഞ്ചിച്ച് എത്ര കാലം ജീവിച്ചു ഇവിടെ? ഇപ്പോൾ ജോൺസൺ മാവുങ്കൽ എവിടെ? നേരത്തെ ചോദിച്ച തട്ടിപ്പിലെ ആളുകൾ എവിടെ? കാശ് പോയവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും, പക്ഷെ കാശ് കിട്ടിയവരെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഇതിലിപ്പോൾ ലാലി വിൻസെൻ്റ് പറഞ്ഞ എക്സ്ക്യൂസ് ഒക്കെ ഉണ്ടാവാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഏത് മുച്ചീട്ട് കളിക്കാരനും ഏത് തിരികുത്തുകാരനും ചെയ്യുന്നൊരു കാര്യം ആദ്യം കുറച്ച് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് കൊടുക്കും, പിന്നെ കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കില്ല. ആപ്പിളയുടെ നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ്. ആപ്പിളയുടെ കുറേ ആളുകൾക്ക് വീട് കിട്ടി. ആർക്കൊക്കെ വീട് കിട്ടി? ഒരു IG-ക്കും അവരുടെ ഭാര്യ ജില്ലാ കളക്ടർക്കും ഇവിടെ വീട് കിട്ടി. പിന്നെ ആപ്പിളയുടെ അന്ന് ഗോപീഷൻ ഓർമ്മയുണ്ടോന്നറിയില്ല, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ IG-യും കളക്ടറുമാണെങ്കിൽ ആ ഭൂമിയിൽ തട്ടിപ്പുണ്ടാകുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിക്കില്ല. ഇവിടെ ഇപ്പോൾ നോക്കൂ, ലാലി വിൻസെൻ്റ് ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവരെ നമുക്ക് കണക്കാക്കാം. എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഒന്നൊന്നൊന്നായി ഇവരുടെ ഇത് കാണിക്കാനും കൊടുക്കാനും വിതരണം ചെയ്യാനും നിൽക്കണം നമ്മൾ കണ്ടതല്ലേ. ഏത് പാർട്ടിയുടെ നേതാവ് ഒഴിവുണ്ടതിൽ? എന്തുകൊണ്ടാണ്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 100 സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഉടനെ വന്ന് പടം എടുക്കും, അത് കാണിക്കും, കൊടുക്കും. അല്ലെങ്കിൽ ഓഫീസ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വന്ന് നാടൻ മുറിക്കും, അല്ലെങ്കിൽ അയാളുടെ കൂടെ നിന്ന് പടം എടുക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഇവർ ചേർന്ന് നിന്ന് പടമെടുക്കുന്ന ഈ അനന്തകൃഷ്ണനും പടമെടുത്ത പടങ്ങൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. എന്താ ഇങ്ങനെ നടക്കണേ? നമ്മുടെ രാജ്യത്ത് ഇൻ്റലിജൻസ് ഇല്ലേ? എവിടെ നമ്മുടെ രാജ്യത്തൊരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സംവിധാനം? സമ്പൂർണ്ണ പരാജയമല്ലേ? ഇങ്ങനൊരു തട്ടിപ്പ് നാട്ടിൽ ഇപ്പോൾ 5 മാസം മുമ്പ് ലാലി വിൻസെൻ്റിന് അറിയാമെന്ന് പറയുന്നു. ഇങ്ങനൊരു തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പോലീസ് ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യമേ പോലീസ് ഈ റാക്കറ്റിനെ പൊളിക്കണ്ടേ? അപ്പം എന്താ, കൊടുത്തവർക്ക് കാശ് കിട്ടുന്നുള്ള അപ്പോഴും അതിമോഹം നിൽക്കുകയാണ്. ഇത് ചിലപ്പോൾ കിട്ടിയെങ്കിലോ ബിരിയാണി കിട്ടിയെങ്കിലോ ആ അതിമോഹം കുറേ ആളുകൾക്ക്. പിന്നെ ഈ പറഞ്ഞതുപോലെ വന്നു ചേരുന്നതിലുള്ള വിശ്വാസ്യത, രാഷ്ട്രീയ നേതാക്കളും MP-മാരും MLA-മാരും ഒക്കെ ഇങ്ങനെ ഇതിനു വേണ്ടി വാദിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നു, അവർ കൊടുക്കുമെന്ന് പറയുന്നു. ജനങ്ങൾ വിശ്വസിച്ച് പോകും, കാരണം മോഹൻ്റെ ഉള്ളിലുണ്ട്, ഇങ്ങനൊരു വിശ്വാസ്യതയുടെ ഒരു മുഖപടമുണ്ട്. അങ്ങനെ വന്നാൽ വഞ്ചിക്കും. ഇവിടെ ഒരു കുറ്റ കാര്യമുള്ളൂ, നമ്മുടെ നാട്ടിൽ പോലീസ്, നമ്മുടെ നാട്ടിലെ സംവിധാനം, നിയമ സംവിധാനം, ഇതെല്ലാ ഗവൺമെൻറ് കാലത്തും ഇതുണ്ടായിട്ടുണ്ട് ഗോപികൃഷ്ണ. ഈ ഗവൺമെൻറ് കാലത്ത് മാത്രമല്ല, ഇപ്പോൾ ADMNG ഉണ്ടായ കാലത്ത് വേറെ ഗവൺമെൻറ് ആയിരുന്നു, അല്ലെങ്കിൽ മോൻസൺ മാവുങ്കൽ ഉണ്ടായിരുന്നു ഈ മുമ്പുള്ള ഗവൺമെൻറ്. ഞാൻ പറഞ്ഞത്, ഈ തട്ടിപ്പ് നടന്നിട്ട് ഈ തട്ടിപ്പുകാർ ശിക്ഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇത് രാഷ്ട്രീയ നേതാക്കൾ വന്നാൽ പാർട്ടിക്കാർ അങ്ങോട്ടും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങളാണ് നിങ്ങളാണ് എന്നൊക്കെ പോകും. എൻ്റെ 15 പടം LDF-ൻ്റെ ഉള്ളൂ, 18 പടം UDF-ൻ്റെ ഉണ്ടെന്ന് നമുക്ക് വാദിക്കാം. അല്ലെങ്കിൽ BJP PN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇവിടുത്തെ എറണാകുളത്തെ BJP നേതാവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ ഇതിന് അവസാനം വരണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, പോലീസ് സംവിധാനം ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ആദ്യം തന്നെ ആ റാക്കറ്റ് അടിച്ചമർത്തണം, സത്യസന്ധമായി പറയണം. അപ്പോൾ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് തരുന്ന 5 പൈസ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണതിനാ? ഇങ്ങനൊരു വലിയ നെറ്റ്വർക്ക് കേരളത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഇത്രയധികം നെറ്റ്വർക്ക് ഉണ്ടാക്കി. ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? നമ്മുടെ ഇൻ്റലിജൻസ് എവിടെയായിരുന്നു? ഒരു പ്രകടനത്തിന് നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുമല്ലോ, ഇന്ന് പ്രകടനത്തിൽ എത്ര ആളുണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു റാക്കറ്റ് ഒരു പോലീസ് സംവിധാനം കണ്ടെത്തിയില്ല? ഈ കണ്ടെത്തിയാൽ അവർക്ക് എന്തുകൊണ്ട് എക്സ്ക്യൂസ് കൊടുത്തു? അതിന് രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ടോ? ഭരണകൂടത്തിന് പങ്കുണ്ടോ? ഇതും ഈ 2 കാര്യവും വേണം. ഒന്ന്, ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയും
സംഗതിയും അവരുടെ അതിമോഹം ഒരു വശത്ത്, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ പോലീസും നമ്മുടെ സംവിധാനവും ഭരണ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും അങ്ങേയറ്റം നിഷ്ക്രിയമായിരിക്കുന്നു. ഒരു പടം എടുക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരു വേദി കിട്ടിയാൽ ഏത് തട്ടിപ്പുകാരൻ്റെ കൂടെ നിന്നും ഫോട്ടോ എടുക്കുന്ന ആളുകളായി നമ്മൾ മാറിയിരിക്കുന്നു. വളരെ ഗൗരവതരമാണ്. ജനങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ വിശ്വസിക്കും? ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ഞാനെങ്ങനെ അതിനെ വിശ്വസിക്കും? അപ്പോൾ ഇതിലൊരു നമ്മുടെ സംവിധാനം തകർന്നിരിക്കുന്നു. പൊളിറ്റിക്കൽ സംവിധാനം തകർന്നിരിക്കുന്നു, പോലീസ് സംവിധാനം തകർന്നിരിക്കുന്നു, ഭരണ സംവിധാനം തകർന്നിരിക്കുന്നു. അത് ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവർക്കറിയാം. ഈ ദൃശ്യങ്ങളൊന്ന് താങ്കൾ കണ്ടു നോക്കി. ഈ പോസ്റ്ററുകൾ, അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ, നേരത്തെ പറഞ്ഞതുപോലെ ഭരണരംഗത്ത് പ്രതിപക്ഷ നേതാവ്, ഭരണരംഗത്തുള്ളവർ, മന്ത്രിമാർ, ഇവരൊക്കെ തന്നെ ഈ പോസ്റ്ററുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ പോസ്റ്ററുകൾ താങ്കൾ കണ്ടല്ലോ അല്ലേ? എല്ലാവരും പല പല സമയങ്ങളിലായിട്ട് ഈ പോസ്റ്ററുകളിലൊക്കെ ഉണ്ട്. ഇനി കോഴിക്കോട് പോലീസിന് നേതൃത്വത്തിലുള്ള ക്ഷേമനികേതന്റെ തയ്യൽ ക്ലാസ്സോടെ ക്ലസ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ പോലീസ് സഹകരണ സംഘവുമായി സഹകരിച്ച് സ്കൂൾ കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളോ ഒക്കെ തന്നെ പല പല സമയങ്ങളിലായി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്, ഇതിലൊക്കെ കണ്ണി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയൊരു തട്ടിപ്പ് ഇത്ര ആസൂത്രിതമായി ഭരണ സംവിധാനത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും പോലീസ് സംവിധാനത്തെയും മാധ്യമങ്ങളെയും ഇങ്ങനെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് നടത്താൻ വലിയ നിരീക്ഷണ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ എങ്ങനെ കഴിയുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സാധാരണ ജനങ്ങൾ ഇതുപോലെയുള്ള വഞ്ചനകൾക്ക് ഇരയാകുന്നതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതും അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുമായ ഒരു സംവിധാനമാകണ്ടേ നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ? എന്തുകൊണ്ടത് നിരന്തരം കേരളത്തിൽ പരാജയപ്പെടുന്നു? ശ്രീ റെജി ലൂക്കോസ്. അല്ല, അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അല്ല, ആർക്കും പറ്റിക്കാം, ഏത് രീതിയിലെന്നുള്ളത് അത് പുതിയൊരു സംഭവമൊന്നുമില്ല. മലയാളിയെ ആർക്കും പറ്റിക്കാം, ഏത് സിമ്പിൾ തട്ടിപ്പിലും വിധേയരാകുന്നവരാണ് മലയാളികൾ. അതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെന്നോ പോലീസ് ഓഫീസേഴ്സെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരെന്നോ പിന്നെ മറ്റേ സാമൂഹ്യ പ്രവർത്തകരെന്നോ ഒരു വ്യത്യാസവും. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. കേരളത്തിൽ നിന്നും 2600 കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ കൊണ്ടുപോയത്. നമ്മളൊന്ന് ആലോചിക്കുക. നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യന് മനസ്സിലാവുമോ? ഒരു ഫോണിൽ വെർച്വൽ അറസ്റ്റ് എന്നും പറഞ്ഞൊരു വീഡിയോ കോൺഫറൻസിൽ ഇരുന്ന് കൊടുത്ത് മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത് അതിൻ്റെ പണമെല്ലാം അയക്കുന്ന മലയാളിയോട് മണ്ടൻ ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? മുഴുവൻ മലയാളികളല്ലേ ഞാൻ പറയുന്നത്. തട്ടിപ്പുകാരുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞു. ഇനി ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇവിടെ 2 വനിതകൾ, ഒന്ന് പ്രമീള എന്നും ശ്രീമതി പ്രമീളയും പിന്നെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റും പറഞ്ഞ 2 കാര്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ജനങ്ങളും കേട്ടുകയാണ്. അവർ 2 പേരും ഇയാളെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അയാൾ എത്രയോ തട്ടിപ്പ് നടത്തിയെങ്കിൽ ഞങ്ങൾക്ക് കുറേ ലാപ്ടോപ്പ് തന്നു കേട്ടോ, ദോഷം പറയരുത്, അങ്ങനെ ഒരു ഗുണം അയാൾ ചെയ്തെന്ന് പ്രമീളാദേവി പറഞ്ഞു. ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. പോക്കറ്റ് അടിക്കാർ പോക്കറ്റ് അടിച്ചിട്ട് 10 രൂപ വണ്ടിക്കൂലി കൊടുത്ത പോലെ ആയിപ്പോയി. അതിന് രണ്ടാമത് ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റ് പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഡൈജസ്റ്റ് ചെയ്തില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അത് വളരെ യുക്തിപരമായ രീതിയിൽ വളരെയധികം താഴോട്ട് പോയിരിക്കുന്നവർ, അവർക്കൊന്ന് മനസ്സിലാക്കണം. അവർ 35-40 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ലീഡിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റാണ്. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ്. നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ടുള്ള പൊസിഷൻ അവർ ഇരുന്നിട്ടുണ്ട്. അവരിപ്പോൾ പറഞ്ഞത് എന്താണ്? അത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അവർ പറഞ്ഞ 2 കാര്യങ്ങൾ എന്താ? അവരും ഇതുപോലെ തന്നെ അവൻ പിന്നെ എന്താ പറയുക, ഇപ്പം ഇതുപോലെ പ്രതിയാകത്തില്ലായിരുന്നു. ഇവർ ഇന്നലെ ഇന്നുമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ആദ്യം പറഞ്ഞു എൻ്റെ മകനെ പോലെയാണ്, ഞാൻ അനന്തു കൃഷ്ണനെ ജാമ്യത്തിലിറക്കും. ഇപ്പോഴും അവർ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇനി മറ്റൊരു പ്രത്യേകത പറയാം. ഈ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പ്രമീള ദേവി പിന്നെ ബഹുമാനപ്പെട്ട ശ്രീമതിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കാര്യം പറയാം. ഈ പിന്നെ ലാലി വിൻസെന്റ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് CSR ഫണ്ട് എന്നൊന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയോ അതിനുള്ള ഉത്തരവാദിത്വം ഇല്ലായിരുന്നോ? CSR ഫണ്ട് എങ്ങനെയാണ്, ഹൗ ടു യൂസ് ഇറ്റ്, അത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഇത് കൊടുക്കുന്ന കമ്പനികൾ എങ്ങനെയാണ് ഈ CSR ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ NGO അതിന് പ്രാപ്തരാണോ? ആ NGOയുടെ റെപ്യൂട്ടേഷൻ എന്താണ്? ബാഡ് മാർക്ക് ഉണ്ടോ? ഇതിനെ കേന്ദ്ര ഗവൺമെന്റ് റിസർവ് ബാങ്ക് NGO അസോസിയേഷൻ്റെ കോർഡിനേഷനും ഇതിന് പിന്നെ ഗുഡ് ലിസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടായിരുന്നു അവരിതിനകത്ത് ഇയാളുടെ കേസ് വാദിക്കാനും ഇയാളെ ജസ്റ്റിഫൈ ചെയ്യാനും. സാമാന്യ ബുദ്ധി ചിന്തിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് ആ ഗൂഗിൾ അടിച്ചിട്ട് CSR ഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് മുഴുവനും വരും. അങ്ങനെ ഏതെങ്കിലും നാളെ രാവിലെ ഒരു NGO യൂണിയൻ ഉണ്ടാക്കി അല്ലെ NGO യൂണിയൻ ഉണ്ടാക്കി ഒരു വ്യക്തിക്ക് കാശ് കിട്ടുന്ന സംവിധാനമല്ല CSR ഫണ്ട്. ഇൻകം ടാക്സ് അതായത് വരുമാനത്തിൽ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് കൊടുക്കണം എന്നുള്ള ഈ രാജ്യത്തെ നിയമം അത് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അറിഞ്ഞത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ റിട്ടേൺ അത് കൊടുത്തതിൻ്റെ അത് എവിടെ യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ എല്ലാ റിട്ടേൺ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊടുക്കണം.
അതോറിറ്റിക്ക് കൊടുക്കണം. ഇതറിയാത്ത ഒരാളാണോ ഈ പറയുന്ന പിന്നെ ലാലി വിൻസെന്റ് എന്ന് പറയുന്നത്? പിന്നെ അവർ പറയുന്ന 2-3 കാര്യങ്ങൾ ഏറ്റവും വിരോധാഭാസമല്ലേ? ഞാൻ പക്ഷേ ഇതിനെ വേറെ രീതിയിൽ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുക, ഇതൊരു കോലീബി സംഘമാണ്. അതെന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ ലീഗിൻ്റെ നേതാക്കന്മാർ പോലും ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടാണ് ഇതിൻ്റെ കേരളത്തിലെ പിന്നെ BJP-യുടെ ഒരു സമന്വയ നേതാവ് ഈ തട്ടിപ്പിൽ കൂട്ടാളിയാണെന്ന് പറയുന്നു. പിന്നെ അവർ പറഞ്ഞതെന്താ, അയാളുടെ വല്ലപ്പോഴൊക്കെ ഞാൻ അയാളുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടെന്ന് മറൈൻ ഡ്രൈവിലെ തെറ്റാ. അവിടുത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നു, ഇവരവിടെ സ്ഥിര സന്ദർശനമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവർ ആലോചിച്ചിട്ടില്ല? അതിൻ്റെ കാരണം സിമ്പിളാ. ഈ പറയുന്ന ഞാൻ ബഹുമാനിക്കുന്ന ലാലി വിൻസെന്റിനെ പോലെ ഒരു മഹതി ഇവിടെ ഇരുന്ന് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, വളരെ സിമ്പിളായിട്ട് അറിയാം. പിന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും ഇതിൻ്റെ പോസ്റ്ററിലുണ്ടെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം കണ്ണൂർ ഒരു CPM MLA ഉണ്ട്. അത് സ്വാഭാവികമാണ്. കേരളത്തിലെ ചാരിറ്റിയുടെ പേരിലും ഏതെങ്കിലും സംഘടനയുടെ പേരിലും എന്ത് പ്രവർത്തി ക്ഷണിച്ചാലും അവരും ആ വേദിയിലിരിക്കും, അവർ ആശംസാ പ്രസംഗം ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷിയുടെ എല്ലാം തട്ടിപ്പോരെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, പ്രധാനപ്പെട്ട പ്രശ്നം ഈ സംവിധാനങ്ങൾ. ശ്രീ റിജി ലൂക്കോസ്, ഇപ്പോൾ ഇവരതിനെ ന്യായീകരിക്കുന്ന ഒരു ഭാഗത്ത് നിയമോപദേശകയാണ് ലാലി വിൻസെന്റ്, പ്രമീള ഇതിന്റെ ഭാഗമായി നിന്നയാളാണ്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് ന്യായീകരണം നിരത്തിയാലും ഒരു നിരീക്ഷണ സംവിധാനം, ആരാണ് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് പടം എടുക്കുന്നത്, ആരാണ് പിന്നെ നോട്ടീസ് അടിക്കുന്നത്, ആരൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനൊപ്പം ആരൊക്കെയാണ് നിൽക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അതിനെ മുതലെടുക്കുന്ന ഇതുപോലെയുള്ള ബിരുദന്മാരുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനും റിപ്പോർട്ട് ചെയ്യാനും നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു അന്വേഷണ വിഭാഗമുണ്ടല്ലോ, അവരൊക്കെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും CR, ഇപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമുക്കറിയാനുള്ളത് ഈ അന്വേഷണത്തിൻ്റെയും ഈ കേസിൻ്റെയും ഒക്കെ ഭാവി എന്താകും. പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പണമെങ്കിലും, ഇപ്പോൾ അവരാവശ്യപ്പെട്ട സാധന സാമഗ്രികളൊന്നും കിട്ടിയില്ലെങ്കിലും പണമെങ്കിലും തിരികെ കിട്ടുമോ എന്നൊക്കെയാണല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ കേസ് എവിടെ ചെന്ന് നിൽക്കും? ഈ കേസ് എവിടെയും ഞാൻ നിൽക്കാൻ പോകില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോൾ ബാങ്കിൽ 5 പൈസ ഇല്ല. ഇപ്പോൾ ലാലി വിൻസെന്റ് പറയുന്നു ഇയാളുടെ ബാങ്കിൽ അക്കൗണ്ട് പൈസ ഇല്ല. അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ട് എന്താ കാര്യം? എന്താ ഇപ്പോൾ ഇതിൽ അവസാനം ശിക്ഷ അടക്കാൻ പോണത്? നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞു, ശരിയാണ്, ഇതിൽ കോൺഗ്രസ് ആവാം, ലീഗ് ആവാം, BJP ആവാം, വേറെ ഏത് പാർട്ടി ആവാം, ഞാനതൊന്നും പറയണില്ല. അതിപ്പോൾ അദ്ദേഹത്തിന് ഇടത് നിരീക്ഷകൻ എന്നുള്ള എനിക്ക് അതേ പറയാൻ പറ്റൂ. CPM-കാരാവാം, ആര് വേണേ ആവാം, ഇതൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നികുതി കൊടുത്ത് വളർത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഗോപീകൃഷ്ണ. എൻ്റെ ഓരോ പൈസയിലും നികുതി കൊടുക്കുന്ന ഒരു പോലീസ് ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചല്ലോ, മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ മഹാ തട്ടിപ്പുകാരൻ്റെ സോളമൻ്റെ കസേരയിലിരുന്ന് മോശയുടെ വടി പിടിച്ച് ഇതിൻ്റെ നാണയം കാട്ടിയ ഒരു DGP അയാൾക്കെതിരെ ഒരു വിരലണങ്ങിയോ? കേരളത്തിൽ ഒരു വിരലണങ്ങിയില്ല. അവിടെ ആകെ ഏതോ ഒരു CIA സ്ഥലം മാറ്റി എന്നാണ് പറഞ്ഞു, ഒന്നും ചെയ്തില്ല. അത്രയും വലിയ തട്ടിപ്പ്. നമുക്കിനി അത് വിസിബിളായ തട്ടിപ്പാണ്, ഏറ്റവും വിസിബിളായ. കാരണം മാലോകരെ മുഴുവൻ പറ്റിച്ചു, കാശ് മേടിച്ചു. എന്നിട്ട് വല്ലതും ഉണ്ടായോ? അതിൽ കൂടുതലൊക്കെ ഇതിലുണ്ടാവുമോ? എനിക്കൊരു പ്രതീക്ഷയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ട്. വേണമെങ്കിൽ കുറച്ച് കാലം അവർ ജയിലിൽ കിടക്കും, ആ ചാർജ് ഷീറ്റ് വരുന്നവരെ. അത് കഴിഞ്ഞാൽ അവർ ജാമ്യത്തിന് പോകും. ഇപ്പോൾ മോൺസൺ മാവുങ്കലിൻ്റെ കേസ് എന്തായി എന്ന് കേരള സർക്കാർ എന്ന് പറയട്ടെ. ഇത്രയും കാലമായിട്ട് എവിടെയായി അയാൾ? ആരെങ്കിലും അയാളുടെ പൈസ കൊടുത്തവർക്ക് തിരിച്ചു കൊടുത്തോ? എവിടെയായി അയാൾ? അതിന് മുമ്പുള്ള നേരത്തെ പറഞ്ഞ മുഴുവൻ തട്ടിപ്പുകളും ആപ്പിളൈഡയുടെ ആളവിടെ ഒന്നുമില്ല. എല്ലാവരും രക്ഷപ്പെടും. പോകുന്നത് പൈസ പോയവർ മാത്രമാണ് ഗോപീകൃഷ്ണ. എനിക്ക് ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ സംവിധാനം അതിന് യോജിച്ചതാണ്. നമ്മുടെ സംവിധാനം അതിനു വേണ്ടിയുള്ളതാണ്. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഇക്കാര്യത്തിലില്ല. അത് വേണമെങ്കിൽ വല്ല സമരം ചെയ്യുന്നവരെ അടിച്ച് ശരിയാക്കാൻ പറ്റും പോലീസിന്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ, ഇത്രയും വ്യാപകമായി കുറ്റം ചെയ്ത ഒരാൾക്കെതിരെ നടപടിയെടുക്കാനോ അതിനെ അവരെ ശിക്ഷിക്കാനോ പണം തിരിച്ചു മേടിച്ചു കൊടുക്കാനോ, ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന് തന്നെ എത്രയായി നമുക്കറിയാലോ. നിരവധി ബാങ്കുകൾ അതുപോലെ ഉണ്ട്. ഉദാഹരണം. ഏതായാലും നമുക്കറിയില്ല ഈ കേസിന്റെ അന്വേഷണം എവിടെ ചെന്ന് എത്തി നിൽക്കാൻ പോകുന്നു എന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അത്ര വ്യാപ്തിയിലുള്ള കോടിക്കണക്കിന് ശതകോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷവും ഇതിൽ ഇനി വാലും തുമ്പുമില്ലാതെ ഈ അന്വേഷണം അവസാനിക്കുമോ? പണം നഷ്ടപ്പെട്ടവർക്ക് പണവും മാനവും പോകുന്നു എന്ന അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ എന്നതൊക്കെ വരും ദിവസങ്ങളിലെ വ്യക്തമാകും. ഏതായാലും എത്ര തവണ പറ്റിക്കപ്പെട്ടാലും വീണ്ടും അതിലേക്ക് തല നീട്ടിക്കൊടുക്കുന്ന മലയാളികളിൽ ചിലരുണ്ട് നമുക്ക് ചുറ്റുമെങ്കിൽ അവർക്ക് ഇത് തിരുത്താനുള്ളൊരു പാഠമാണ്. അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ഈ കേസിൽ സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. അത്രമാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.